ഈശോയിൽ പ്രിയരെ, മെയ് മാസം 31-ാം തീയതി ആഗോള തിരുസഭ പരിശുദ്ധ മാതാവിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുന്നു. ഇത്തരുണത്തിൽ പരിശുദ്ധ അമ്മയെ തിരുസഭ എന്തുകൊണ്ട് ആദരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയെ ദൈവമായി ആരാധിക്കുന്നില്ല. സഭ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കുകയും ആദരവിൻ്റെ ഏറ്റവും മഹത്തായ അടയാളമായ വെനറേഷൻ നൽകുകയുമാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് നാം പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നത്? കാരണമുണ്ട്. ദൈവത്താൽ ആദ്യം സ്നേഹിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ മറിയം. ദൈവം സ്നേഹിച്ച മറിയത്തെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. അതുമാത്രമാണ് കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് ചെയ്യുക. വീണ്ടും ദൈവം ഈ അമ്മയെ യേശുവിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കുകയും ലോകത്തിൻ്റെ രക്ഷയുടെ ഭാഗമാവുകയും ചെയ്തു. രക്ഷാകര ദൗത്യത്തിൽ ഏറ്റവും സുന്ദരമായ പദവി അലങ്കരിക്കുന്നത് പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ടാണ് സഭ ഈ അമ്മയെ അത്രമാത്രം ആദരിക്കുക. ഈ അമ്മ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷയുടെ അടയാളമാണ്. നമുക്ക് നിത്യരക്ഷ നൽകുവാൻ ക്രിസ്തു ഭൂമിക്ക് നൽകിയ സ്നേഹസമ്മാനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആദ്യ ശിക്ഷയായി ഭൂമിയിൽ അവതരിക്കുന്നതും പരിശുദ്ധ മറിയമാണ്. യേശു തൻ്റെ രക്ഷാകര ദൗത്യം ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുന്നു. ഒപ്പം ഈ അമ്മയെ തിരുസഭയ്ക്ക് നൽകിയത്, ലോകത്തിന് നൽകിയത്, നമുക്കോരോരുത്തർക്കും നൽകിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവരി മലയിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ പ്രിയ അമ്മയെ നമ്മെ ഭരമേൽപ്പിക്കുവാൻ മറന്നുപോയില്ല. രക്ഷകൻ്റെ അമ്മ നമ്മുടെയും അമ്മയാണ്. അമ്മയുടെ അടുക്കിലേക്ക് മക്കൾ ഓടി അണയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സകലരും ഓടി അണയുന്നു. പരിശുദ്ധ അമ്മ ക്രിസ്തുവിന് പകരക്കാരായ വ്യക്തിയല്ല, മറിച്ച് ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ അമ്മയുടെ സജീവ സാന്നിധ്യം നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധ്യമാകും. ക്രിസ്തുവിനെ ഈ പുണ്യഭൂമിയിൽ മറ്റാരേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്നേഹത്തിൽ നമുക്ക് ബലവും അർത്ഥവും കണ്ടെത്താൻ കഴിയും. ഈ അമ്മ നമ്മെ എപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നു.